ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നും നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് തരുന്ന കുറച്ച് കോംബോ ആണ് ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ. ക്യാറ്റസിൻ്റെ ഒരു 6 വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ഭംഗിയാണിത്, ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നനവനുസരിച്ച് 2-3 ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ടാണ് പൂക്കൾ വിരിയാറ്. നവംബർ, ഡിസംബർ, ജനുവരി സമയത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത്. 6 കളറിനും കൂടെ കൊടുക്കുന്ന റേറ്റ് വെറും 170 രൂപയാണ്. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ. ഹൈഡ്രാഞ്ചിയൻ്റെ ഒരു 5 വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ്. ഹൈഡ്രാഞ്ചിയൻ്റെ 5 വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും 250 രൂപയാണ്. നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത്. നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത്. നല്ല ഇതിൻ്റെ പൂക്കളെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസം അതേപോലെ നിൽക്കും, പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല. കുറേ ദിവസം അതേപോലെ നിൽക്കുന്നതാണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ്. ഇത് നമുക്ക് സാധാ പോട്ടി മിക്സിൽ തന്നെ നട്ട് വളർത്തിയാൽ മതി. അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ. ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു 10 കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസും. ഇതും നമ്മളെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ പൂക്കളാണ്. ഇത് നമുക്ക് നല്ല ഭംഗിയോട് കൂടിയും എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസം. മാസത്തിൽ ഒരു വട്ടമൊക്കെ ഒന്ന് വളമിട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. വെള്ളം നല്ല വാർന്നു പോകത്തക്ക രീതിയിലുള്ള പോട്ട് നമ്മൾ വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അടുത്ത നമ്മുടെ അച്ചിമെൻസ് പ്ലാന്റ്സ് ആട്ടോ. അച്ചിമെൻസ് പ്ലാന്റ്സിൻ്റെ ഒരു 10 വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നല്ല ഫ്ലവർ തരുന്നൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം. ഈ 10 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 300 രൂപയാണ്. നല്ല ഭംഗിയാണ്. ഹൈബ്രിഡ് വെറൈറ്റീസാണ് എല്ലാ പ്ലാന്റ്സും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2-3 പ്ലാന്റ്സ് സിംഗിൾ പെറ്റലിൻ്റെയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ പൂക്കൾ തരുന്നതും അധികം കെയറിങ് ഇല്ലാതെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ അച്ചിമെൻസ് പ്ലാന്റ്സ്. ഇതിനും അധികം നനവിൻ്റെ ഒന്നും ആവശ്യമില്ല. 1-2 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് കുറേ പേര് ഹാങ്ങിങ് ആയിട്ടും വളർത്താറുണ്ട്. ഇത് നല്ല ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ അച്ചിമെൻസ് പ്ലാന്റ്സ്. അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ. ഫിറ്റോണിയൻ്റെ ഒരു 10 വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാം. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫിലെ ഓരോ ഡിസൈൻസും നല്ല വ്യത്യസ്തമായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയാണ് താനും. ഇത് നമുക്ക് അധികം വെള്ളമൊന്നും ആവശ്യമില്ല. നനവനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ 10 കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും 300 രൂപയാണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സിനും നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കോംബോയാണോ വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പേയ്മെൻ്റ് എല്ലാം ഒന്നില്ലെങ്കിൽ GPay വഴിയോ അല്ലെങ്കിൽ ഫോൺപേ വഴിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ പ്ലാൻസ് അയക്കുന്നത് DTDC വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കാറുള്ളത്. എല്ലാ റൂട്ടഡ് പ്ലാൻസാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസ് എന്ന് പറഞ്ഞാൽ ജിഫിയിലുള്ള സൈസാണ്. നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം. അടുത്ത പ്ലാന്റ്സ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു 7 കളറോളം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 150 രൂപയാണ്. ഇതിൽ നിങ്ങൾക്ക് എത്ര പ്ലാന്റ്സ് ആണോ ഇഷ്ടപ്പെട്ടത് അത്രയും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ്. ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് പോട്ടിലോ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലും നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റാണ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ്. ഇതിൻ്റെ പോട്ട് മിക്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ കരിയിലപ്പൊടിയാണ്.
അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ. കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു 7 കളറോളം അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ്. ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് സാദൃശ്യം തോന്നുന്നത് നമുക്ക് റോസാപ്പൂവിനോടായിട്ടാണ്. അത്രയും എതളുകളുള്ള ഒരു പൂവാണ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ്.